ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് മൈദ, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് മൂന്നിനും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിനെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഈ മിക്സിനെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കോഴിമുട്ടയെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളെല്ലാ കേക്കും ചെയ്യുന്ന പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. തേൻ ഒഴിച്ച് കൊടുക്കുമ്പോൾ മുട്ടയുടെ ആ മണമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേൻ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാര ഞാൻ 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറേശ്ശെ ആഡ് ചെയ്തതിന് ശേഷം പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവോളം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പാകത്തിന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ സാവധാനം മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മളെല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്താൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കിട്ടുമ്പോൾ കട്ടിയായി പോകും. അതിന് വേണ്ടിയിട്ടാണ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ 1/4 കപ്പ് ഓയിലും 1/4 കപ്പും 2 ടേബിൾ സ്പൂണും തിളച്ച വെള്ളവും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനിഗറും കൂടി ആഡ് ചെയ്ത് ഇതിന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ബേക്ക് ചെയ്യുന്ന ടിന്നിലേക്ക് ഒഴിച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ ഒന്ന് ഊരി കൊടുക്കുക. എന്നിട്ട് കേക്ക് അസംബിൾ ചെയ്യുന്ന ബോർഡിലേക്ക് വെച്ചിട്ട് കേക്കിനെ നമുക്ക് ലെയറാക്കി മുറിക്കാം. നമ്മൾ കേക്കിനെ ഓവനിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ കേക്കിനെ എടുക്കരുത്. അതൊന്ന് തണുപ്പിച്ചതിന് ശേഷം കേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കേക്കിനെ 2 ലെയറാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം നന്നായിട്ട് അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും. ഞാൻ എന്നാലും ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി കേക്കിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂണ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ജെംസ് എടുത്തിട്ടുണ്ട്. ഇനി കേക്ക് വെച്ചിട്ട് കേക്ക് ലെയറാക്കിയിട്ടുള്ള കേക്ക് വെക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കുക. ഇനി ക്രീം നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മളെല്ലാ ലെയർ കേക്കും ഇതുപോലെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടണം. എന്നാലേ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടുള്ളൂ. ഇനി ഓരോ ലെയറും നമ്മൾ ഇതുപോലെ വെച്ച് ഇതിനെ അസംബിൾ ചെയ്തെടുക്കാം. കേക്ക് നമുക്ക് ഉയരം എത്ര വേണ്ട അതിനനുസരിച്ച് ചെയ്യാം. എൻ്റെ അടുത്തുള്ള മഞ്ച് ഇത്തിരി വലുപ്പം കൂടിയോണ്ട് ഞാൻ കുറച്ച് ഹൈറ്റ് വെച്ചിട്ടാണ് കേക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 3 ലെയർ ആക്കിയിട്ടാണ് കേക്കിനെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 3 ലെയർ കേക്ക് വെച്ച് ഇനി നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കുക. പിന്നെ ഇതിനെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ മഞ്ചിന് ഒരു ഭാഗത്ത് മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി ഭാഗം നമ്മൾ ജെംസ് വെച്ചിട്ട് കവർ ചെയ്യും. പിന്നെ ഇതിനെ ചാടുന്ന രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് സ്ട്രോ വെക്കുക. എന്നിട്ട് ജെംസിൻ്റെ കവർ ഒന്ന് ഇതിനെ ഇങ്ങനെ ചാടുന്ന രൂപത്തിലേക്ക്. പിന്നെ ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കട്ടിയായിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. എന്നാലും ജെംസ് ഇതിൽ ഒട്ടിച്ച് വെക്കാൻ നന്നായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടാണെങ്കിൽ ജെംസ് ഇതിലൂടെ കിഴിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കട്ടിയിൽ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ജെംസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ കേക്കിനെ അസംബിൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ താങ്ക് യു.